നമുക്കിന്നൊരു പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചിയാലോ അങ്ങനെ പറയാട്ടോ തൃശ്ശൂർ നമ്മൾ. ഇത് വെറുതെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. ആ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് അധികം ഇങ്ങനെ കറുത്ത് ഇങ്ങനെ പുളിയുമ്പോൾ ആ കളറിലേക്ക് നല്ലോണം മാറരുത്. ഒരു ഷാലോ ഇതിലൊക്കെ ആയി കഴിയുമ്പോൾ കണ്ടോ ഈ പരുവത്തിലാവുമ്പോൾ മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ചൂടാക്കി മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കണേ. പരിപ്പും തക്കാളിയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. വേപ്പിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് കുക്കറിൽ റെഡി അടിച്ച് വെച്ചതാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ടു നല്ലോണം തിളച്ചെടുക്കുമ്പോൾ കറി റെഡിയാണ്. പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചി കഴിഞ്ഞു. നല്ല ചോറും പരിപ്പ് കറി ചെറിയൊരു ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ നല്ലപോലെ ചോറുണ്ണാം. പിന്നെ ബാക്കി നമ്മൾ ഇറച്ചിയൊന്നും വേണ്ട. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത്രയധികം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.